ഈ ഒരു ക്ലാസ് നമ്മൾ പറയാൻ പോകുന്നത് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അതായത് ആ ഒരു ബിസിനസ് ഓർഗനൈസേഷന് എങ്ങനെയാണ് ഓണർഷിപ്പ് ഉള്ളത്, അതുമായി ബന്ധിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് രൂപത്തിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഒന്നിരിക്കൽ പ്രൊപ്രൈറ്ററി കൺസേൺ എന്നോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമെന്നോ അല്ലെങ്കിൽ ഒരു കമ്പനി എന്ന രൂപത്തിലേക്കോ നമുക്കതിനെ പറയാൻ പറ്റും. നമ്മൾ ഈ പാഠത്തിൽ ഈ രൂപത്തിലുള്ള വാരിയസ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനെ കുറിച്ചാണ് ഇതിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഓരോന്ന് പറയുന്നിട്ട് നമുക്കങ്ങനെ പറഞ്ഞു പോകാം. എന്താണ് ബിസിനസ്, അതിൻ്റെ ടൈപ്സ് ഓഫ് ബിസിനസ് കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ അയാളുടെ ആ ഒരു ബിസിനസ് ചെയ്യുന്ന ആളുടെ ഉത്തരവാദിത്തമാണ് അങ്ങോട്ട് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ, അത് മനുഷ്യനാകട്ടെ അല്ലെങ്കിൽ പണമാകട്ടെ അല്ലെങ്കിൽ മെറ്റീരിയൽസോ മെഷീൻസോ ടെക്നോളജി എന്തുമാകട്ടെ, അതെല്ലാം എത്തിക്കൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതെല്ലാം ഒരു സിസ്റ്റമാറ്റിക് രൂപത്തിലെത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് ഒരു റൈസ് മില്ല് പൊടിക്കുന്ന അല്ലെങ്കിൽ മില്ല് ഉടമയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാധ്യതകളാണ് ഏറ്റവും ആദ്യം എന്ത് ചെയ്യാം, ആവശ്യമായിട്ടുള്ള ലാൻഡൊക്കെ അറിയാം, പിന്നെ അതേപോലെ തന്നെ ബിൽഡിംഗ് ഉണ്ടാക്കുക, പിന്നെ മെഷീൻസ് വാങ്ങുക, പിന്നെ മെഷീൻസ് സാധനങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യുക, സ്ഥാപിക്കുക, പിന്നെ ആളുകളെ ജോലിക്ക് വെക്കുക, പിന്നെ അരി സാധനങ്ങളൊക്കെ വാങ്ങി എന്നിട്ട് അവയെ എന്ത് ചെയ്യുക, പൊടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ആയിട്ടാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതേപോലെ ലാൻഡ് വാങ്ങുക അല്ലെങ്കിൽ ബിൽഡിംഗ് ഉണ്ടാക്കൽ, മെഷീനറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിന് ആ ഒരു ബിസിനസ്സിൽ നിന്നുണ്ടാകുന്ന ബിസിനസ്സിലൂടെ സമ്പാദിക്കാനും പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ രൂപത്തിൽ ഒരു സംവിധാനം ഒരുക്കുക, അതിനൊക്കെ എല്ലാത്തിനും ഈ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങളൊക്കെ ഒരുക്കുന്ന അതിനാണ് നമ്മൾ ഈ ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ പേരാണ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഈ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ടൈപ്സ്, അതിൻ്റെ ഫോംസ് ഏതൊക്കെയുണ്ട് എന്നുള്ളതാണ് ഈ പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും 5 രൂപത്തിലുള്ള രൂപങ്ങളാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. ഏറ്റവും ഒന്നാമത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, രണ്ടാമത് പാർട്ട്ണർഷിപ്പ്, മൂന്നാമത് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി, 4 കോപ്പറേറ്റീവ് സൊസൈറ്റി, 5 ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ഇതിൽ ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുള്ള 4 നമ്മൾ ഈ ഒരു പാഠത്തിൽ പറയുന്നുണ്ട്. ഏറ്റവും അവസാനം പറയുന്ന ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്നുള്ള നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. നമ്മൾ കുറച്ചും കൂടുതൽ പറയാനുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലെസൺ നമ്മൾ പഠിക്കും. ഇതിൽ നമ്മൾ ഏറ്റവും ആദ്യം പറയാൻ പോകുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്നുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷനുമായി ബന്ധിച്ച കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോൾ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം തന്നെ എന്താണ്? സോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സിംഗിൾ എന്നാണ് അർത്ഥം. പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് എന്നർത്ഥം. അപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബിസിനസ്സിൻ്റെ ഓണറായിട്ട് ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ പറയാം ദാറ്റ് എ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഇൻ വിച്ച് എ സിംഗിൾ ഇൻഡിവിജ്വൽ ഓസ് ആൻഡ് മാനേജ് ദ ബിസിനസ്. ഒരൊറ്റ ആൾ തന്നെ ആ ഒരു ബിസിനസ്സിനെ ഉടമപ്പെടുത്തുകയും അയാൾ തന്നെ ബിസിനസ്സിനെ മൊത്തം മാനേജ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എന്തെന്ന് പറയാം. പിന്നെ അതേപോലെ തന്നെ ടേക്ക് ദ പ്രോഫിറ്റ് ആൻഡ് ബിയേഴ്സ് ദ ലോസ്. അതിൽ നിന്നുള്ള ലാഭം അയാൾ മാത്രമാണ് എടുക്കുന്നത്, പിന്നെ അതേപോലെ തന്നെ അതിൽ നിന്നുള്ള ലോസും അദ്ദേഹം മാത്രമാണ് സഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനെന്ത് പറയാം, പ്രൊപ്രൈറ്റർഷിപ്പ് ഓഫ് ദ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ നമുക്കൊന്ന് അതിന് പറയാം. അതായത് ആ ഒരു ബിസിനസ്സിൻ്റെ ഉടമ ആയിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ. അതിനാണ് ആ രൂപത്തിലുള്ള ബിസിനസ്സിനാണ് പ്രൊപ്രൈറ്റർഷിപ്പ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രമുഖനായിട്ടുള്ള ഒരു എക്കണോമിക്സിൻ്റെ ഒരു കോട്ടിങ്, അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനും കൂടെ ഇവിടെ കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അതായത് ഒരാൾ മാത്രമാണ് ആ ഒരു ബിസിനസ്സിൻ്റെ ഓണർഷിപ്പ് ഉള്ളത്, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതും കൺട്രോളൊക്കെ ചെയ്യുന്നത് ഒരാൾ മാത്രമാണ്. അപ്പോൾ ഈ രൂപത്തിലുള്ള ടൈപ്പാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്തൊക്കെയാണ്, ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് പറയാം. ഒരാൾ മാത്രമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത് എന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ ഏറ്റവും ആദ്യം പറയുന്നത് അതിന് സിംഗിൾ ഓണർഷിപ്പ്, അതായത് ആ ഒരു ബിസിനസ്സിന് ഒരാൾ മാത്രമേ ഓണറായിട്ടുണ്ടാവുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നോ സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്. അതിൻ്റെ ഓണർഷിപ്പിലോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കാര്യത്തിലോ കൂടുതൽ ആളുകളോ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകളൊന്നും ഉണ്ടാവില്ല, ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഒരാൾ മാത്രമുള്ള ഉണ്ടായത് കാരണത്താൽ കൂടുതലായിട്ടുള്ള ലീഗൽ ഫോർമാലിറ്റീസ് കാര്യമൊന്നും ഉണ്ടാവില്ല. വളരെ കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസ് അല്ലെങ്കിൽ തീരെ തന്നെ ഇല്ല എന്ന് പറയാം. കാരണം ഒരാൾ മാത്രമായത് കാരണത്താലാണ് കൂടുതൽ ലീഗൽ ഫോർമാലിറ്റീസ് ഇല്ല. പിന്നെ നോ സെപ്പറേറ്റ് എൻറ്റിറ്റി,
അതായത് ഈ ഒരു ബിസിനസ് യൂണിറ്റിന് ഇതല്ലാതെ വേറൊരു ബിസിനസ് സെപ്പറേറ്റ് ആയിട്ട് ഓണറിൽ നിന്നുള്ള ഒരു ബിസിനസ് യൂണിറ്റ് ഉണ്ടാവില്ല. അപ്പം ഇതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ അതേപോലെ തന്നെ ഒരാൾ മാത്രമാണ് ഈ ഒരു ബിസിനസ് യൂണിറ്റിൻ്റെ മുതലാളി. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് പ്രോഫിറ്റാകട്ടെ ലോസാകട്ടെ ഇയാൾക്ക് മാത്രമുള്ളതായിരിക്കും. പിന്നെ അടുത്തതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി. അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിസിനസ്സിന് എന്തെങ്കിലും ലയബിലിറ്റീസ് ബാധ്യതകളുണ്ടെങ്കിൽ അത് തീർക്കൽ ഈ ഒരാളുടെ മാത്രം കടമയാണ്. അപ്പം ഇനി അഥവാറ്റ് ആ ഒരു ബാധ്യതകൾ തീർക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് തീർക്കാൻ വേണ്ടി അദ്ദേഹത്തിന് പേഴ്സണൽ പ്രോപ്പർട്ടികൾ വരെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് ഒരു വലിയൊരു നെഗറ്റീവാണ്. ഏതായാലും അതിൻ്റെ ലിമിറ്റേഷൻസ് പറയുന്ന സമയത്ത് അതെല്ലാം പറയുന്നുണ്ട്. പിന്നെ വൺ മാൻ കൺട്രോൾ ആയിരിക്കും. അതായത് ഒരാൾ മാത്രമാണ് ഈ ഒരു ബിസിനസ്സിൻ്റെ ഓണറായിട്ടുണ്ടാവുക. അപ്പോൾ ഒരു വൺ മാൻ കൺട്രോൾ ആയിരിക്കും ഇതിനുണ്ടാവുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മെറിറ്റ്സ് ഓഫ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അതായത് ഒരാൾ മാത്രമുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം പറയുന്നത് ഈസി ടു ഫോം ആൻഡ് വൈൻഡ് അപ്പ്. അതായത് ഇത് ഉണ്ടാക്കുന്നത് ഈ ഒരു രൂപത്തിലുള്ള ബിസിനസ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ്. കാരണം ഒരാൾ മാത്രമാണല്ലോ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു ബിസിനസ് യൂണിറ്റ് ഉണ്ടാക്കുക വളരെ സിമ്പിളാണ്. അതേപോലെ തന്നെ നമുക്ക് അത് അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളാണ്. കാരണം ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ആളുണ്ടാകുന്ന സമയത്താണ് ഓരോരുത്തരുടെയും ചോദിക്കലും അല്ലെങ്കിൽ വലിയ തീരുമാനങ്ങളിലേക്ക് പോകുമ്പോഴൊക്കെ എല്ലാവരുടെയും കൺസെൻറ്റൊക്കെ വാങ്ങേണ്ടി വരും. പക്ഷേ ഒരാൾ മാത്രം ഉണ്ടായത് കാരണത്താൽ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. പിന്നെ അതേപോലെ തന്നെ ക്വിക്ക് ഡിസിഷൻ ആൻഡ് പ്രോംപ്റ്റ് ആക്ഷൻ. അതായത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കാൻ പറ്റും. അതിൽ ഒരുപാട് പാർട്ട്നേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഓരോരുത്തരുടെയും ചോദിച്ച് അവരുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കാനും അത് എന്ത് ചെയ്യാം, പ്രവൃത്തി പദത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റും. പിന്നെ ഡയറക്റ്റ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിസിനസ് യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന എല്ലാ ലാഭവും അയാൾക്ക് മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് കാര്യം ഇത് നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ കൂടുതൽ ഏൺ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഓണർ നന്നായിട്ട് ശ്രമിക്കും. അപ്പോൾ ഒരു അദ്ദേഹത്തിനുള്ള ഡയറക്റ്റ് മോട്ടിവേഷൻ ആയിരിക്കും ഈ ഒരു കാര്യം. അതായത് ഇയാൾക്ക് മാത്രമാണ് മുഴുവൻ പ്രോഫിറ്റും കിട്ടുക എന്നുള്ളത്. പിന്നെ ഫ്ലെക്സിബിലിറ്റി ഇൻ ഓപ്പറേഷൻ. പിന്നെ അതായത് ഈ ഒരു ബിസിനസ് നടത്തുന്നതിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. കാരണം ഇയാൾ ഒരാൾ മാത്രമാണല്ലോ. അപ്പോൾ കൂടുതൽ ഫോർമാലിറ്റീസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും യൂണിറ്റ് തുടങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു ബിസിനസ് എക്സ്പാൻഷൻ ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും കൂടുതൽ ആൾക്കാർ ചോദിക്കാനോ അതിനൊന്നും ആവശ്യമില്ല. അപ്പം ഫോർമാലിറ്റീസ് വളരെ കുറവായിരിക്കും. അപ്പം ഈ ഒരു ബിസിനസ് നടത്തുന്നതിലുള്ള ഓപ്പറേഷൻ അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്നതിലുള്ളൊരു ഫ്ലെക്സിബിലിറ്റിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത്. പിന്നെ അടുത്താണ് മെയിൻ്റനൻസ് ഓഫ് ബിസിനസ് സീക്രട്സ്. അപ്പം ഒരാൾ മാത്രമാണ് ഈ ഒരു ബിസിനസ് യൂണിറ്റിൻ്റെ ഓണറായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ ബിസിനസ്സിനും അതിൻ്റേതായിട്ടുള്ളൊരു സീക്രട്സ് ഉണ്ടാകും. അപ്പം കൂടുതൽ ആളുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ് സീക്രട്സ് മറ്റുള്ള ആളുകളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒരാൾ മാത്രമായത് കാരണത്താൽ ആ ഒരു ബിസിനസ് സീക്രട്ട് എന്ത് ചെയ്യാം, നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യുക, സീക്രട്ട് തന്നെ വെക്കാൻ പറ്റും. അപ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് പറയേണ്ട, അത് എന്താണ് അതിൻ്റെ സീക്രട്സ് നമുക്ക് മറ്റുള്ള ആളുകളിലേക്ക് പറയേണ്ട ആവശ്യമില്ല. ഒരാൾ മാത്രമാണല്ലോ ഇതിൻ്റെ മുതലായിട്ടുള്ളത്. അപ്പോൾ അയാൾ മാത്രം സൂക്ഷിച്ചാൽ മതി. അപ്പോൾ അതൊരു വലിയൊരു ഘടകം തന്നെ, വലിയൊരു പ്രത്യേകത തന്നെയായിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അടുത്തതാണ് പേഴ്സണൽ ടച്ച്. അപ്പം ഒരാൾ മാത്രമാണ് ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആകട്ടെ അല്ലെങ്കിൽ എന്ത് സർവീസ് ആകട്ടെ അതിലെല്ലാം അദ്ദേഹത്തിൻ്റേതായ ഒരു കയ്യൊപ്പ് ചേർത്താണ് അദ്ദേഹത്തിന് കഴിയും. കാരണം കൂടുതൽ ഇദ്ദേഹം തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലും സർവീസാകട്ടെ പ്രൊഡക്റ്റാകട്ടെ അതിലെല്ലാം അതിൻ്റെ ഒരു പ്രതിഫലനം കൂടെ അതിലുണ്ടാകും. അപ്പോൾ ഒരു പേഴ്സണൽ ടച്ച് കൂടെ അതിലുണ്ടാകും. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ലിമിറ്റേഷൻസ് ഓഫ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. നമ്മൾ ഇതുവരെ പറഞ്ഞത് അതിൻ്റെ പ്രത്യേകതകളായിരുന്നു. ഇനി അതിൻ്റെ ലിമിറ്റേഷൻസ്. ഒരുപാട് സ്വാഭാവികമായിട്ട് ഒരാൾ മാത്രമാണല്ലോ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെന്താണ് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ലിമിറ്റേഷൻ എന്നുള്ള ലിമിറ്റഡ് റിസോഴ്സസ്. ഒരാൾ മാത്രമാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മാത്രം മുതൽ മുടക്കായിരിക്കും അതിലുണ്ടാവില്ല. സ്വാഭാവികമായിട്ടും അതിലുള്ള ഫണ്ടുകളാകട്ടെ അല്ലെങ്കിൽ അതിലുള്ള ഫണ്ടുകൾ ഉണ്ടാകൽ അല്ലെങ്കിൽ കൂടുതൽ എക്സ്പാൻഷൻ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കൂടുതൽ എമൗണ്ട് അല്ലെങ്കിൽ പൈസ ആവശ്യം വരും. അപ്പോൾ അതിനെല്ലാം കൂടുതലായിട്ടുള്ള വരുമാനങ്ങളോ റിസോഴ്സുകളൊക്കെ കണ്ടെത്തുക എന്നുള്ളതിൽ ഭയങ്കര ലിമിറ്റേഷൻസ് ഉണ്ടാകും. ലിമിറ്റഡ് കപ്പാസിറ്റി ടു റൈസ് ഫണ്ട് ഫോർ ഹിസ് ബിസിനസ്. ആ ഒരു ബിസിനസ്സിൽ എന്തെങ്കിലും ഫണ്ടുകൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ടാകും. കാരണം ഒരാൾ മാത്രമാണ്. അപ്പോൾ ഈ ഒരാളിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള ഫണ്ട് കണ്ടെത്തേണ്ടി വരും. അപ്പോൾ അതിന് ലിമിറ്റേഷൻസ് ഉണ്ടാകും. അപ്പം ഒരുപാട് ആളുകൾ ഇപ്പോൾ 10 പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ 5 പേരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും
5 ലക്ഷം ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ 5 ലക്ഷം ആവശ്യമുണ്ടെങ്കിൽ ഓരോരുത്തരും 5 ലക്ഷം ഓരോരുത്തരും 1 ലക്ഷം വീതം എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 5 ലക്ഷം എന്നുള്ള ആ ഫണ്ട് പെട്ടെന്ന് റൈസ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, ഒരാൾ മാത്രമാണ് ഈ ഒരു ബിസിനസ് നടത്തുന്നത്, അദ്ദേഹത്തിന് 5 ലക്ഷം ആവശ്യമുണ്ടെങ്കിൽ ആ 5 ലക്ഷം കണ്ടെത്തുക എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ ബാധ്യതയായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ റിസോഴ്സ് കണ്ടെത്തുക എന്നുള്ളത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. പിന്നെ ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി, അത് രണ്ടാമതായിട്ടുള്ള ലിമിറ്റേഷൻ പറയുന്നത് ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. പറഞ്ഞാൽ ഈ ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നതിൽ ചിലപ്പോൾ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നതിൽ എന്ത് ചെയ്യുക, ഒരുപാട് ബ്ലോക്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് അയാൾ ഒറ്റക്കാലത്ത് കാര്യങ്ങൾ ചെയ്യുന്നത്, അപ്പോൾ അദ്ദേഹത്തിന് ഒന്നിരിക്കൽ രോഗം വരിക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും മരണം സംഭവിക്കുക, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് യൂണിറ്റ് എന്ത് ചെയ്യുക, ഇല്ലാതായി പോവുകയും ചെയ്തെങ്കിൽ എന്ത് കാരണം ഇതോടെ തന്നെ സംഗതി നിന്ന് പോകും. അപ്പം ഒരുപാട് 10 പേരുണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള 9 പേർക്ക് എന്ത് ചെയ്യുക, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആകുന്ന സമയത്ത് അയാൾ ഒരാൾ മാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് തന്നെ ഒരു അൺസർട്ടൈൻ ആയിട്ടുള്ളൊരു കണ്ടീഷനിലേക്ക് എത്തും. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു പോരായ്മയായിട്ട് നമുക്കത് പറയാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി. അത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയാണ്. അതായത് ഈ ഒരു ബിസിനസ് നഷ്ടത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ മുഴുവൻ ബാധ്യതയും അദ്ദേഹത്തിന് മാത്രമായിരിക്കും. അപ്പം അത് നഷ്ടം നികത്താനുള്ള എല്ലാ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് മാത്രമേ കാരണം. അപ്പം അത് നികത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടികൾ വരെ വിറ്റിട്ട് എന്ത് ചെയ്യുക, കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ ഒരുപാട് ലിമിറ്റേഷൻ അല്ലെങ്കിൽ വലിയൊരു ഡിമെറിറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നോൺ സ്യൂട്ടബിൾ ഫോർ ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ. വലിയ ബിസിനസ് കാര്യങ്ങളൊക്കെ നടത്തുന്നില്ല, ഒരു ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ, വലിയൊരു ബിസിനസ് ഇൻഡസ്ട്രി കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അത് ഒരാൾക്ക് മാത്രം കൊണ്ട് നടക്കുക എന്നുള്ളത് ഒരു ലിമിറ്റേഷൻ ഉള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലുള്ള ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിലൂടെ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ലാർജ് സ്കെയിലുള്ള പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സർവീസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതിൽ ലിമിറ്റേഷൻസ് ഉണ്ടാവും. അതായത് ലാർജ് സ്കെയിൽ ബിസിനസ്സുകൾ ചെയ്യുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട്. കാരണം ഒറ്റയാൾ മാത്രമായിരിക്കും അതിലുണ്ടാവുക. അപ്പോൾ ഒറ്റയാൾക്ക് മാത്രം ഈ ലാർജ് സ്കെയിൽ ബിസിനസ് നടത്തുക എന്നുള്ളതിന് പരിമിതിയുണ്ട്. പിന്നെ അടുത്താണ് ലിമിറ്റഡ് മാനേജറിയൽ എക്സ്പെർട്ടൈസ്. അതായത് ഇതിൽ ഒരാൾ മാത്രമാണുള്ളത്. അപ്പോൾ ആ ഒരാളുടെ കഴിവും പ്രാഗൽഭ്യവും മാത്രമാണ് ആ ഒരു ബിസിനസ്സിൽ പ്രതിഫലിക്കുക. അത് കൂടുതൽ ആളുണ്ടെങ്കിൽ എന്തെങ്കിലും ഈ എല്ലാ ആളുകളുടെയും അവരുടെ എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ അവരുടെ നൈപുണ്യം എല്ലാം ഈ ഒരു ബിസിനസ്സിൽ പ്രതിഫലിക്കും. അപ്പോൾ അതിലെന്താണ്, ഒരാൾ മാത്രമായത് കാരണത്താൽ ലിമിറ്റഡ് മാനേജറിയൽ എക്സ്പെർട്ടൈസ്, അത് ഒരാൾ മാത്രമായത് കാരണത്താൽ അദ്ദേഹത്തിൻ്റെ കഴിവ് മാത്രമായിരിക്കും അതിൽ പ്രതിഫലിക്കുക. നമ്മൾ പറയാൻ പോകുന്നത് ഈ പറഞ്ഞിട്ടുള്ള സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്നുള്ള രൂപത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷന് ഏതിനാണ് കൂടുതൽ അനുയോജ്യമായിട്ട് വരിക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, അത് ലിമിറ്റഡ് മാർക്കറ്റ് ഉണ്ടാകുന്ന സമയത്ത്, വളരെ പരിമിതമായിട്ടുള്ള മാർക്കറ്റുകളിൽ മാത്രമേ നമുക്ക് ഈ ഒരു രൂപത്തിലുള്ള ബിസിനസ്സുകൾ തുടങ്ങാൻ പറ്റുള്ളൂ. പിന്നെ ലോക്കലൈസ്ഡ്, ഒരു പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഈ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് തുടങ്ങാൻ പറ്റുള്ളൂ. ലാർജ് സ്കെയിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 15 സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു വലിയൊരു ബിസിനസ് ശൃംഖല, അതിൻ്റെ ഓണറായിട്ട് ഒരാൾ മാത്രമാകുക, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു ബിസിനസ് യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്നുള്ളത് കൂടുതൽ സ്യൂട്ടബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ ഈ വരുന്ന കസ്റ്റമേഴ്സ് അതിലുള്ള ആൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന ആളുടെ ബിസിനസ്സാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് വരുന്നു. അങ്ങനത്തെ ഒക്കെ ബിസിനസ് യൂണിറ്റുകളാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഏറ്റവും നല്ല സ്യൂട്ടബിളായിട്ട് വരുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറച്ചുള്ളതാണ്, അതല്ലെങ്കിൽ അതിലുള്ള റിസ്ക് എലമെൻറ്റ്സ് എന്താ വളരെ കുറവാണ്. അങ്ങനെയൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്നുള്ളത് ഏറ്റവും യോജിച്ചതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിന് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഹാൻഡിക്രാഫ്റ്റ്സ്, അല്ലെങ്കിൽ ഫിൽഗിരി വർക്ക്സ്, അതായത് ജ്വല്ലറി വർക്ക്സ്, ടൈലറിങ്, ഹെയർ കട്ടിങ്, ഇതേപോലത്തെ ചെറിയ കാര്യങ്ങളിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്നുള്ളത് കൂടുതൽ അനുയോജ്യമായിട്ട് വരുള്ളൂ. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഓർഗനൈസേഷൻ ഫോം ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുകൂടെ പറയാം. അപ്പം ഒരാൾ മാത്രമുള്ളതാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതിന് കൂടുതലായിട്ടുള്ള ഫോർമാലിറ്റീസ് കാര്യങ്ങളിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് സ്ഥാപനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആർക്കും നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ആർക്കും എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു കാര്യം തുടങ്ങാൻ താല്പര്യമുള്ള വില്ലിംഗ് ആയിട്ടുള്ള ഏതൊരാൾക്കും എന്ത് ചെയ്യുക, ഈ രൂപത്തിലുള്ള സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതിൽ കൂടുതലായിട്ടുള്ള ലീഗൽ ഫോർമാലിറ്റീസോ കാര്യങ്ങളോ ഇല്ല.
ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെഷനിലേക്ക് കിടക്കാം. ബിസിനസ് ഓർഗനൈസേഷൻ്റെ ടൈപ്സിൽ രണ്ടാമത് പറഞ്ഞതായിരുന്നു പാർട്ട്ണർഷിപ്പ് എന്നുള്ളത്. അപ്പോൾ എന്താണ് പാർട്ട്ണർഷിപ്പ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈസ് ആൻ അസോസിയേഷൻ ഓഫ് 2 or more persons, രണ്ടിലധികമോ ആളുകളുടെ ഒരു അസോസിയേഷനാണ് ഹൂ പൂൾ their financial and managerial resources and agree to carry on a business and share its profit. രണ്ടിലധികമോ ആളുകൾ അവരുടെ ഫിനാൻഷ്യൽ ആൻഡ് മാനേജീരിയൽ എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ അവരുടെ മാനേജീരിയൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സുകൾ എന്ത് ചെയ്യുന്നു, പൂൾ ചെയ്യുന്നു, രണ്ടും കൂടി യോജിപ്പിച്ച് രണ്ടുപേരുടെ അല്ലെങ്കിൽ രണ്ടിലധികമോ ആളുകളുടെ അവരുടെ ഫിനാൻഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ മാനേജീരിയൽ റിസോഴ്സുകളെ സംയോജിപ്പിച്ചുകൊണ്ട് അവർ ബിസിനസ് തുടങ്ങുന്നു. പിന്നെ അതേപോലെ തന്നെ അവരെന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അവർ ഷെയർ ചെയ്യുന്നു. ഈ രൂപത്തിലുള്ളതിനാണ് ഫേം അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന രൂപത്തിൽ പറയുന്നത്. അപ്പോൾ ഇതിൽപ്പെട്ട ഓരോ ആളുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് അതിൽ 5 പേരുണ്ടെങ്കിൽ 5 പേർ ഓരോരുത്തർക്കും എന്തെന്ന് പറയുന്നു, പാർട്ട്ണർ എന്നാണ് പറയല്ലേ. സ്വാഭാവികം എന്തേ കാരണം അവർ തമ്മിൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ആകട്ടെ ലോസ് ആകട്ടെ അവർ ഓൾറെഡി തീരുമാനിച്ചിട്ടുള്ള ഒരു എഗ്രീഡ് റേഷ്യോ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് ഇത്ര വിഹിതം പ്രോഫിറ്റ് ഉണ്ടാവും, മറ്റൊരാൾക്ക് ഇത്ര വിഹിതം പ്രോഫിറ്റ് ഉണ്ടാകുന്ന അവർ ഓൾറെഡി എന്തുണ്ടാവും തീരുമാനിച്ചിട്ടുണ്ടാവും. ആ രൂപത്തിൽ അവർക്ക് പ്രോഫിറ്റ് ആകട്ടെ ലോസ് ആകട്ടെ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ അവർക്കിടയിൽ നിർബന്ധമായിട്ട് ഒരു അഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. അല്ലാതെ വെറുതെ ഒരു ബിസിനസ് തുടങ്ങി അങ്ങനെ മുന്നോട്ട് പോവുക, കുറച്ചൊരാൾ ലാഭം എടുക്കുക എന്ന രൂപത്തിലാവില്ല. പക്ഷേ അവർക്കിടയിൽ കൃത്യമായിട്ടുള്ള ഒരു അഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. പിന്നെ ആ ഒരു അഗ്രിമെൻ്റ് അവർ എഴുതലാണ് ഏറ്റവും നല്ലത്. എഴുതണം നിർബന്ധമില്ല, പക്ഷേ എഴുതലായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വസ്തുവിൻ്റെ പേരാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അഥവാറ്റ് നമ്മൾ അതിൽ എഗ്രിമെൻ്റ് എഴുതുകയോ അല്ലെങ്കിൽ എഗ്രിമെൻ്റ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 എന്നുള്ള ഒരു നിയമം അതിൽ ബാധകമാവും. എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ക്ലാസ്സുകളിൽ ഉയർന്ന ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. നമ്മൾ പറയാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പം ഒന്നാമതായി പറയുന്നത് 2 or more persons. ഈ ഒരു പാർട്ട്ണർഷിപ്പ് ആയതുകൊണ്ട് അതിൽ ഒരാളായിരിക്കില്ല, രണ്ടിലധികമോ ആളുകളേക്കാരുണ്ടാവില്ല. അതിൽ അറ്റ്ലീസ്റ്റ് 2 ആളുകൾ നിർബന്ധം ഉണ്ടാകണം. പിന്നെ അതേപോലെ തന്നെ അതൊരു ബാങ്കിങ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് എന്ത് ചെയ്യണം, അതിൽ മാക്സിമം എത്ര പേരുണ്ടായിരിക്കണം, 10 പേരുണ്ടായിരിക്കണം. മാക്സിമം 10 പേരാണ്. പിന്നെ അതേപോലെ തന്നെ മറ്റുള്ള ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ മാക്സിമം 20 പേരായിരിക്കണം. 20-ലധികം അപ്പുറമുള്ള ഒരു പാർട്ട്നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് സംഗതി ലീഗലായിരിക്കില്ല, അത് ഇല്ലീഗലാണ് എന്നർത്ഥം. അപ്പോൾ ഒരു പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 50 ആളുകളുടെ ഒരു ബിസിനസ് അല്ലെ പാർട്ട്നേഴ്സ്, അത് സംഗതി ഇല്ലീഗലാണ്. അപ്പം പാർട്ട്നേഴ്സിൻ്റെ നമ്പറിലും ലിമിറ്റേഷൻ ഉണ്ട്, അത് 20 ആയിരിക്കണം. അത് ബാങ്കിങ് സ്ഥാപനം അങ്ങനത്തെ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ മാക്സിമം എത്ര പറ്റുള്ളൂ, 10 പറ്റുള്ളൂ. അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കണം. എത്രയും പേർക്ക് അതിൽ പാർട്ട്ണറാകാം എന്നില്ല, അതിനും ലിമിറ്റേഷൻ ഉണ്ട്. 20 എന്നുള്ളതാണ് കണക്ക്. അപ്പം ബാങ്കിങ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അതിന് എത്രയാണ് മാക്സിമം പറ്റുള്ളൂ, 10 ഉള്ളൂ. അപ്പോൾ ചുരുങ്ങിയത് അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം, 2 പേരെങ്കിലും വേണം. പിന്നെ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2 പേർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു എഗ്രിമെൻ്റാണ്. അതിലൂടെ അവർ പരസ്പരം കൈകോർത്തുകൊണ്ട് ബിസിനസ് ആരംഭിക്കുന്നു. അപ്പം അവർക്കിടയിൽ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. പിന്നെ ആ ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റേതായുള്ള ഒരു യോഗ്യത ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ആ കുട്ടി മൈനറാണ്, അല്ലെങ്കിൽ അതിലുള്ള ഒരാൾ പാർട്ട്ണർ മൈനറാണ്, അല്ലെങ്കിൽ ലുനാറ്റിക് അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാത്ത ഒരാളാണ്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ പാർട്ട്ണറായിട്ട് വരാൻ പറ്റില്ല, അതിൽ നോട്ട് എലിജിബിൾ ആയിരിക്കും. പിന്നെ മൈനറാണ് എന്ന് വിചാരിച്ചിട്ട് അതിൽ തീരെ പറ്റൂല എന്നല്ല, പക്ഷേ അതിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കേണ്ടി വരും. പിന്നെ അടുത്തതാണ് മൂന്നാമത്താണ് ഷെയറിങ് പ്രോഫിറ്റ് ആൻഡ് ബിസിനസ്. അതായത് അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആകട്ടെ അല്ലെങ്കിൽ ലാഭമാകട്ടെ നഷ്ടമാകട്ടെ എന്ത് ചെയ്യുന്നു, പരസ്പരം എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. ഇതാണ് അടുത്തൊരു പ്രത്യേകത. പിന്നെ അടുത്തത് എക്സിസ്റ്റൻസ് ഓഫ് ലോഫുൾ ബിസിനസ്. അതായത് അവർ ചെയ്യുന്ന ബിസിനസ് ലോഫുൾ ആയിരിക്കണം, അതായത് നിയമത്തിന് ആയിരിക്കണം. അല്ലാതെ സ്മഗ്ലിങ്ങോ ബ്ലാക്ക് മാർക്കറ്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടി പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് നിയമത്തിൻ്റെ കണ്ണിൽ അത് യഥാർത്ഥത്തിലൊരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല. സംഗതി ചിലപ്പോൾ പാർട്ട്ണർഷിപ്പ് ആയിരിക്കും, പക്ഷേ നിയമത്തിൻ്റെ കണ്ണിൽ അതൊരു പാർട്ട്ണർഷിപ്പ് ആണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അടുത്തതാണ് പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പ്. അതായത് ഒരാൾ അതിൽപ്പെട്ട ഓരോ പാർട്ട്ണറും യഥാർത്ഥത്തിൽ ആ ബിസിനസ്സിൻ്റെ പ്രിൻസിപ്പളാണ്. അതേപോലെ തന്നെ അയാൾ അങ്ങോട്ട് ആ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ള ഏജൻറ്റിനായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ഏജൻ്റായിട്ട് മാറുന്നു.
ഇതേപോലത്തെ റിലേഷൻഷിപ്പ് ഈ കാര്യത്തിൽ ഉണ്ടാവില്ല. പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും അതിലുണ്ടാവുക. പിന്നെ അടുത്താണ് അൺലിമിറ്റഡ് ലയബിലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ആ ഒരു ബിസിനസ്സിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓരോരുത്തരും അതിലുള്ള 5 പാർട്ട്നേഴ്സിന് 5 പേരും അവർ ഓൾറെഡി തീരുമാനിച്ചുള്ള ആ റേഷ്യോ പ്രകാരം അവർ അതിൻ്റെ ബാധ്യതകൾ വഹിക്കാൻ നിർബന്ധമാണ്. ഇനി അഥവാറ്റ് അവർക്ക് ആ ഒരു ബിസിനസ്സിൽ നിന്ന് അതിൻ്റെ ബാധ്യത നിർവഹിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് വിറ്റിട്ടാണെങ്കിലും എന്ത് ചെയ്യണം, അത് പേ ഓഫ് ചെയ്യാൻ നിർബന്ധമാണ്. പിന്നെ അടുത്തതാണ് വളണ്ടറി രജിസ്ട്രേഷൻ. അതായത് ഒരു ബിസിനസ്സാണ്, അങ്ങനത്തെ കാര്യങ്ങളിൽ പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യൽ നിർബന്ധമല്ല. പക്ഷേ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അതിന് ഒരുപാട് നിയമപരമായിട്ടുള്ള പരിമിതികൾ അതിനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വെർച്വലി അത് യഥാർത്ഥത്തിൽ രജിസ്ട്രേഷൻ ചെയ്യലാണ് ഏറ്റവും നല്ലത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അതിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷനിലൊന്ന് പറഞ്ഞതാണ്, ദ ഫേം കനോട്ട് സ്യൂ ഔട്ട്സൈഡ്. പുറത്തുള്ള ആളുകളുമായിട്ട് ബിസിനസ് സംരംഭങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നതിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇനി അതല്ല അവർക്കിടയിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ടോ അതിൽ പാർട്ട്നേഴ്സുകൾ തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ടോ തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, അവരെ രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കോർട്ട് വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ പരിഹാരം കാണാൻ പറ്റും. രജിസ്റ്റേർഡ് അല്ല എന്നുണ്ടെങ്കിൽ കോർട്ട് വഴി നമുക്ക് കൃത്യമായിട്ട് അതിനുള്ള പരിഹാരം കാണാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ രജിസ്റ്റേർഡ് സ്ഥാപനമാണെങ്കിൽ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാനുള്ള തുകയോ അല്ലെങ്കിൽ കിട്ടാനുള്ള തുകയോ അങ്ങനത്തെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷേ രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ആനുകൂല്യം കാര്യങ്ങളൊന്നും അതിന് കിട്ടില്ല. നമ്മൾ പറയാൻ പോകുന്നത് മെറിറ്റ്സ് ഓഫ് പാർട്ണർഷിപ്പ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അതായത് പാർട്ണർഷിപ്പ് രൂപത്തിൽ ഉണ്ടാക്കുന്ന ബിസിനസ്സിൻ്റെ മെറിറ്റ്സുകൾ എന്തൊക്കെയാണ്. ഏറ്റവും ഒന്നാമതായി പറയുന്നത് ഈസി ടു ഫോം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ നൂലാമലകൾ നിയമപരമായിട്ടുള്ള ലീഗൽ ഫോർമാലിറ്റീസ് കാര്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാതെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ അടുത്തതാണ് അവൈലബിലിറ്റി ഓഫ് ലാർജ് റിസോഴ്സസ്. ഈ ഒരു ബിസിനസ്സിൽ കൂടുതൽ ആളുകൾ ഉണ്ടായത് കാരണത്താൽ അവരുടെ എല്ലാവരുടെയും റിസോഴ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, പൂള് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. അപ്പോൾ 5 പേരുണ്ടെങ്കിൽ 5 പേരുടെ റിസോഴ്സ് അതിന് ഉൾപ്പെടുത്താൻ പറ്റും. അവരുടെ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ മാനേജീരിയൽ റിസോഴ്സുകളായിട്ട് എന്തുമായിട്ട് അതിനെല്ലാം ഈ ഒരു ബിസിനസ് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. പിന്നെ അടുത്താണ് ബെറ്റർ ഡിസിഷൻസ്. അതായത് നമുക്ക് കൂടുതൽ ആളുകൾ ഉണ്ടായത് കാരണത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ എല്ലാവരുടെയും തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതായത് പെട്ടെന്നൊരു കാര്യങ്ങൾ തീരുമാനിക്കുക അങ്ങനത്തെ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തൊക്കെയാരം ആ ഒരു ബിസിനസ്സിൽ എന്തെങ്കിലും പ്രയാസമോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കാരണം എല്ലാവരുടെയും കളക്റ്റീവായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും അവിടെ നടപ്പാക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. ബെറ്റർ ഡിസിഷൻസ് ആയിരിക്കും അതിലുണ്ടാവുക. നല്ല തീരുമാനങ്ങളായിരിക്കും ആ ഒരു ബിസിനസ്സിലുണ്ടാവുക. പിന്നെ അടുത്താണ് ഫ്ലെക്സിബിലിറ്റി എന്നുള്ളത്. അതായത് ആ ബിസിനസ്സിന് എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കാൻ കാര്യങ്ങളുണ്ടെങ്കിൽ അതിലുള്ള എല്ലാ ആളുകളുടെയും ഒരു കൺസെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ കാര്യം നടപ്പാക്കാൻ പറ്റും. ഉദാഹരണത്തിന് ആ ഒരു ബിസിനസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ നേച്ചർ ഓഫ് ബിസിനസ് മാറ്റുക, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്തോ ആട്ടെ എല്ലാവരുടെയും കൺസെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. കൂടുതൽ നൂലാമലകളോ കാര്യങ്ങളൊന്നുമില്ല, ഫ്ലെക്സിബിൾ ആയിരിക്കും. പിന്നെ അടുത്താണ് ഷെയറിങ് ഓഫ് റിസ്ക്. അപ്പോൾ അതായത് എന്തെങ്കിലും ലോസ് കാര്യങ്ങളുണ്ടെങ്കിൽ അവർ ഓൾറെഡി തീരുമാനിച്ചുള്ള എഗ്രീഡ് റേഷ്യോ ഉണ്ടാകും. അതിനനുസരിച്ച് അവർ ഓരോരുത്തരും അതിൻ്റേതായുള്ള നഷ്ടം സഹിക്കേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ കീൻ ഇൻട്രസ്റ്റ്. അതായത് ഇവർക്ക് ഓരോരുത്തർക്കും അതിൻ്റേതായ ലാഭം തീർന്ന് കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബിസിനസ് നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതിൽ അവർക്ക് എല്ലാവർക്കും നല്ലൊരു താല്പര്യം ഉണ്ടാകും. പിന്നെ അടുത്താണ് ബെനിഫിറ്റ്സ് ഓഫ് സ്പെഷ്യലൈസേഷൻ. അതായത് ഒരുപാട് പേരുണ്ടായത് കാരണത്തിൽ അവർ ഓരോരുത്തരുടെയും നൈപുണ്യം ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ ബിസിനസ്സിൽ കൊണ്ടുവരാൻ പറ്റും. ഉദാഹരണത്തിന് ഒരു ലീഗൽ കൺസൾട്ടൻസി ആണ് തുടങ്ങുന്നതെങ്കിൽ അപ്പോൾ അതിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം, സിവിൽ കേസുകൾ മാത്രം നല്ല എക്സ്പേർട്ടായിട്ടുള്ള ആളാണെങ്കിൽ അയാൾ ആ ഒരു ഭാഗത്തുള്ള കേസുകൾ മാത്രം ഡീൽ ചെയ്യുന്നു. പിന്നെ അതിൽപ്പെട്ട ഒരാൾ ക്രിമിനൽ കേസ് മാത്രം ഡീൽ ചെയ്യുന്നു. പിന്നെ അടുത്ത ലേബർ കേസുകൾ മാത്രം എന്ത് ചെയ്യുന്നു, ഡീൽ ചെയ്യുന്നത്. അപ്പം ഇതിലെന്ത് ഇങ്ങനെ ഒരു ലീഗൽ കൺസൾട്ടൻസി തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ ഓരോ പാർട്ട്നേഴ്സ് ഒരാൾ ലീഗൽ കേസുകൾ മാത്രം കൈകാര്യം ചെയ്യുകയും മറ്റൊരാൾ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യും, മറ്റൊരാൾ ലേബർ കേസുകൾ മാത്രം കൈകാര്യം ചെയ്യുമ്പോൾ അതിലെന്തുണ്ട്, ഈ ഒരു ബെനിഫിറ്റ് ഓഫ് സ്പെഷ്യലൈസേഷന് ഉണ്ട്. അതിലൂടെ എന്ത് ചെയ്യുക, ആ ബിസിനസ്സിനെ കൂടുതൽ ഉന്നതിയിലേക്കോ അല്ലെങ്കിൽ ഉയരത്തിലേക്ക് എത്തിക്കാൻ പറ്റും. പിന്നെ അതേപോലെ ഡോക്ടേഴ്സ് ആകട്ടെ, ഉദാഹരണത്തിന് ഒരു ഡോക്ടർ നല്ല സ്കിൻ സ്പെഷ്യലിസ്റ്റാണ് അല്ലെങ്കിൽ ഹേർട്ട് സ്പെഷ്യലിസ്റ്റാണ്. അപ്പം സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം, ഒരു 5 ഡോക്ടേഴ്സ് ഒരു ഹോസ്പിറ്റൽ തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ ഒരാൾ എന്ത് ചെയ്യുന്നു, ഹേർട്ട് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആ ഭാഗം മാത്രം കാർഡിയോളജിസ്റ്റ് ആയിട്ടുള്ള കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹം നോക്കുന്നു. പിന്നെ ഒരാൾ നെഫ്രോളജി വിഭാഗം നോക്കുന്നു. പിന്നെ മറ്റൊരാൾ ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്നു. അങ്ങനെ കുറേ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും സ്പെഷ്യലൈസേഷന് അതിൻ്റെ ഒരു ബെനിഫിറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും.
പിന്നെ അടുത്താണ് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ്. ഈ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ അതിൽപ്പെട്ട ഓരോ പാർട്ണറുടെയും താല്പര്യങ്ങളെല്ലാം സംരക്ഷിക്കപ്പെട്ടതായിരിക്കും. അവരെന്ത് താല്പര്യം അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോൾ അതിൽപ്പെട്ട ഏതെങ്കിലും പാർട്ണർ ഒരു കാര്യത്തിൽ ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, തൃപ്തി ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നിരിക്കലും എന്ത് ചെയ്യാം, ആ പാർട്ണറിന് തൻ്റെ വിഹിതം അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് എന്ത് ചെയ്യാം, പിൻവലിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ആ ഒരു ഫേം തന്നെ ഡിസോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റും, ഇല്ലാതാക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇതിൽപ്പെട്ട ഓരോ പാർട്ണറിൻ്റെയും താല്പര്യത്തിന് നല്ല രൂപത്തിലുള്ള പരിഗണന ഉണ്ട്. അഥവാ അതിൽപ്പെട്ട ഒരു പാർട്ണർക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒരു കാര്യം തീരുമാനിച്ചതിൽ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നിരിക്കലും ആ ഒരു ഫേം തന്നെ ഡിസോൾവ് ചെയ്ത് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ തൻ്റെ ആ ഒരു പാർട്ണർഷിപ്പ് പിൻവലിക്കാനുള്ള ഓപ്ഷൻ വരെയുണ്ട്. പിന്നെ അടുത്താണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീക്രസി. കാരണം ഈ ഒരു പാർട്ട്നേഴ്സ് ആയത് കാരണത്താൽ അവരുടെ ട്രേഡ് സീക്രട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറത്തു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ പറയാൻ പോകുന്നത് ഈ പാർട്ട്ണർഷിപ്പിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ഏറ്റവും ഒന്നാമതായി പറയുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റി. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും നഷ്ടങ്ങളുണ്ടെങ്കിൽ അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി വരെ വിറ്റിട്ടാണെങ്കിലും അത് പേ ഓഫ് ചെയ്യേണ്ടി വരും. പിന്നെ അടുത്താണ് ഇൻസ്റ്റെബിലിറ്റി എന്നുള്ളത്. അതായത് ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു പാർട്ട്ണർ മരിക്കുകയോ അതല്ലെങ്കിൽ ഈ ഒരു സംരംഭം ഡിസോൾവ് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫേം തന്നെ അവസാനത്തിലേക്ക് എത്തും. അപ്പം ഇതിൽ ഈ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ മാത്രമല്ല ഈ ഒരു പാർട്ട്ണറിൽ ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് അദ്ദേഹം എപ്പോൾ വിചാരിക്കുന്നോ അറ്റ് എനി ടൈം ഏത് സമയത്തും അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ആ പാർട്ട്ണർഷിപ്പിൽ നിന്ന് പിന്മാറാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ഏത് സമയത്തും അതൊരു ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലായിരിക്കും ഏത് സമയത്തും. പിന്നെ അടുത്താണ് ലിമിറ്റഡ് ക്യാപിറ്റൽ. ലിമിറ്റഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതായത് അതിൽ മാക്സിമം 20 വരെ ആൾ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 20 പേരിൽ നിന്ന് ഒരു തുക കണ്ടെത്തുക എന്നുള്ള അതിനൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. വലിയൊരു തുകയിലേക്ക് കമ്പയർ ചെയ്യുമ്പോൾ 20 എന്നുള്ളതൊക്കെ വളരെ ചെറുതാണ്. അപ്പോൾ ഒരു ലിമിറ്റഡ് ക്യാപിറ്റൽ ആണ് അതിലുണ്ടാവല് പാർട്ട്ണർഷിപ്പ് ഫേം ആണെന്നുണ്ടെങ്കിൽ. പിന്നെ നോൺ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർ. അതായത് ഇതിൽപ്പെട്ട ഒരാളുടെ ഷെയർ മറ്റൊരാൾക്ക് കൈമാറുക എന്നൊരു ഓപ്ഷൻ അതിലുണ്ടാവില്ല. അതിന് മാക്സിമം ഉണ്ടായാലും എന്താണ്, അത് ഈ ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഫോം എന്ത് ചെയ്യുക, ഡിസോൾവ് ചെയ്യുക, പറഞ്ഞാൽ ഇല്ലാതാക്കുക, ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം എന്നുള്ളതാണ് അതിൻ്റെ ഒരു അവസാനത്തെ പരിഹാരം. അപ്പോൾ അതൊരു വലിയൊരു നെഗറ്റീവായിട്ട് നമുക്ക് ഒരു ലിമിറ്റേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ മാത്രമല്ല ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്ട്സ്. അതായത് ഒരുപാട് പേരുണ്ടായത് കാരണത്തിൽ മാക്സിമം 20 പേരെന്ന് പറഞ്ഞത്, അപ്പോൾ കൂടുതൽ പേരുണ്ടായത് കാരണത്തിൽ അവർക്കിടയിൽ അഭിപ്രായ ഭിന്നതകളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അതിൻ്റെ ഒരു വലിയൊരു പോരായ്മയാണ്. ഒരാൾ മാത്രമാണ് ഉള്ളതെങ്കിൽ അയാൾക്ക് കൂടുതൽ കാര്യങ്ങൾ മറ്റുള്ള ആളോട് ചോദിക്കാനോ പറയാനൊന്നുണ്ടാവില്ല. അപ്പോൾ അയാൾക്ക് സ്വന്തമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ കൂടുതൽ ആളുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ്? പാർട്ട്നേഴ്സിൻ്റെ ഓരോരോ ബേസ്ഡ് ഓൺ എക്സ്റ്റെൻറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ. ഈ പാർട്ട്നേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ആക്റ്റീവ് പാർട്ട്നേഴ്സ്, സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് എന്ന രൂപത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഷെയറിംഗ് പ്രോഫിറ്റ്, പിന്നെ ബേസ്ഡ് ഓൺ ലയബിലിറ്റി, പിന്നെ അതേപോലെ ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ബിഹേവിയർ. ഇതൊക്കെ അനുസരിച്ച് ഓരോരോ ടൈപ്പ് പാർട്ട്നേഴ്സായിട്ട് നമുക്ക് വേർതിരിക്കാൻ പറ്റും. നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. ഏറ്റവും ആദ്യം പറയാൻ പോകുന്നത് ബേസ്ഡ് ഓൺ എക്സ്റ്റെൻറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ. അതായത് ഈ പാർട്ട്നേഴ്സ് ഈ ഒരു ബിസിനസ്സിൽ എത്രമാത്രം പാർട്ടിസിപ്പേഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആക്റ്റീവ് പാർട്ട്നേഴ്സ്, സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് എന്ന കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും. ആക്റ്റീവ് പാർട്ട്നേഴ്സ് പറഞ്ഞാൽ ആ ഒരു ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും ഇൻവോൾവ്ഡ് ആവുന്നു. പക്ഷേ സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് എന്നാണെങ്കിൽ ആ ഡേ ടു ഡേ കാര്യങ്ങളിൽ അവരെന്ത് ചെയ്യില്ല, ഭാഗവാക്കാവില്ല. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കാണ് സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഡോർമെൻറ്റ് പാർട്ട്നേഴ്സ് എന്നൊക്കെ പറയുന്നത്. പിന്നെ അടുത്താണ് ബേസ്ഡ് ഓൺ ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്. ആ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നതുമായി ബന്ധിച്ചിട്ടുള്ള പാർട്ട്നേഴ്സ്. അപ്പം ഒന്നാമത്തെ ഇതിൽ പറയുന്നത് നോമിനൽ പാർട്ട്നേഴ്സ്. എന്താ നോമിനൽ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ പേരിൽ മാത്രമേ പാർട്ട്നേഴ്സ് ആയിട്ടുണ്ടാവുള്ളൂ. അവർ ഒരു തുക പോലും, ഒരു രൂപ പോലും ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ അവർക്ക് എന്തെങ്കിലും ലാഭം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് ലാഭം കിട്ടും. അങ്ങനെയുള്ള പാർട്ട്നേഴ്സിൻ്റെ പേരാണ് നോമിനൽ പാർട്ട്നേഴ്സ്. അവരുടെ പേരിൽ മാത്രമേ അവർ പാർട്ട്നേഴ്സ് ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ അവർക്ക് എന്തെങ്കിലും ലയബിലിറ്റീസ് കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവർ അവരെ ബാധിക്കുന്നതാണ്, ലയബിളായിരിക്കും. ഇവർക്കും ഇതിൻ്റെ ബാധ്യതകളുണ്ടായിരിക്കും. പിന്നെ അടുത്താണ് പാർട്ട്നേഴ്സ് ഇൻ പ്രോഫിറ്റ്സ്. പ്രോഫിറ്റിൽ മാത്രം പാർട്ട്നേഴ്സ് ആയിരിക്കും. ലാഭം കിട്ടിയാൽ മാത്രമേ അവർക്ക്, ലാഭത്തിൽ മാത്രമേ അവർ പങ്കാളികളാവുള്ളൂ. നഷ്ടം സംഭവിച്ചാൽ അവർക്ക് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ മൈനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മൈനേഴ്സിനൊക്കെ നമുക്ക് ഇതിൽ പെടുത്താൻ പറ്റും. അവർക്ക് പ്രോഫിറ്റ് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ. പിന്നെ അടുത്തതാണ് ബേസ്ഡ് ഓൺ ലയബിലിറ്റി. ലയബിലിറ്റിയുമായി ബന്ധിച്ചിട്ടുള്ള
ബന്ധിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ക്ലാസിഫിക്കേഷൻ, രണ്ട് രൂപത്തിലുള്ള പാർട്ട്നേഴ്സ് ഉണ്ട്. ലിമിറ്റഡ് പാർട്ട്നേഴ്സ്, ജനറൽ പാർട്ട്നേഴ്സ്. ലിമിറ്റഡ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ്സിന് എന്തെങ്കിലും ലയബിലിറ്റീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ സ്വത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ സ്വത്തിൽ നിന്നും അത് നമ്മൾ പേ ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞു, അവരുടെ സ്വത്ത് എടുത്തിട്ട് പേ ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ലിമിറ്റഡ് പാർട്ട്നേഴ്സ് ആണെങ്കിൽ അവരുടെ സ്വത്തിൽ നിന്നും കണ്ടുകെട്ടുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്ര ശതമാനം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ രൂപത്തിലുള്ള ബിസിനസ് അങ്ങനത്തെ പാർട്ട്നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് ലിമിറ്റഡ് പാർട്ട്നേഴ്സ് എന്ന് പറയല്ലേ. ഈ ഒരു രൂപത്തിലുള്ള പാർട്ട്ണർഷിപ്പ് ഇന്ത്യയിൽ അലൗഡ് അല്ല. US അങ്ങനത്തെ പല യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട്, പക്ഷേ എന്നിരുന്നാൽ ഇന്ത്യയിൽ അലൗഡ് അല്ല. അത് അലൗ ചെയ്യാൻ വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പാർലമെൻറ്റ് ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അപ്പം ലിമിറ്റഡ് പാർട്ട്നേഴ്സ് എന്താ മനസ്സിലായി. ജനറൽ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ പാർട്ട്നേഴ്സും, അതായത് എന്തെങ്കിലും ലയബിലിറ്റി ഉണ്ടെങ്കിൽ ആ ലയബിലിറ്റി പൂർണ്ണമായിട്ട് അവർ വഹിക്കേണ്ടി വരും. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് പാർട്ട്നേഴ്സ് ആകുമ്പം അവർക്ക് എന്തെങ്കിലും ലയബിലിറ്റി വരികയാണെന്നുണ്ടെങ്കിൽ ആ ലയബിലിറ്റി അവർ വഹിക്കുന്നതിൽ ചെറിയൊരു ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇത്ര ശതമാനം അവർ വഹിക്കുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ജനറൽ പാർട്ട്നേഴ്സ് ആകുമ്പോൾ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവില്ല. അവർക്കുള്ള ലയബിലിറ്റി മുഴുവനായിട്ടും അവർ പേ ഓഫ് ചെയ്ത് അവർ നിർബന്ധ ബാധ്യതയായിരിക്കും. ഇനി അടുത്താണ് നേച്ചർ ഓഫ് ബിഹേവിയർ. അത് ബേസ് ചെയ്തിട്ട് രണ്ട് രൂപത്തിൽ പാർട്ട്നേഴ്സ് ഉണ്ട്. പാർട്ട്നേഴ്സ് ബൈ എസ്റ്റോപ്പെൽ, പിന്നെ അടുത്ത് പാർട്ട്നേഴ്സ് ബൈ ഹോൾഡിംഗ് ഔട്ട്. പാർട്ട്നേഴ്സ് ബൈ എസ്റ്റോപ്പെൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ട്ണർ ആളുകൾക്ക് മുമ്പിൽ, പബ്ലിക്കിന് മുമ്പിൽ അദ്ദേഹം ആ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമാണ് എന്ന രൂപത്തിൽ എന്ത് ചെയ്യുന്നു, പറയുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹം എന്ത് ചെയ്യില്ല, അതിൻ്റെ ഭാഗമായിരിക്കില്ല. അപ്പോൾ ആളുകൾക്കിടയിൽ എന്ത് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജിന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു, അദ്ദേഹം ആളുകൾക്കിടയിൽ ആ രൂപത്തിൽ നിൽക്കുന്നു. പക്ഷേ അദ്ദേഹം ഒരു രൂപ പോലും അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം പക്ഷേ ഈ ഒരു പാർട്ട്നേഴ്സ് ബൈ എസ്റ്റോപ്പൽ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ്സിന് എന്തെങ്കിലും ലയബിലിറ്റി വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇയാൾക്ക് കൂടെ അതിൻ്റെ ബാധ്യത ഉണ്ട്. കാരണം ഇയാൾ കാരണത്താൽ പല ആളുകളും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനോ കാര്യങ്ങളോ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പം തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപമായിരിക്കും. അപ്പം എന്തെങ്കിലും ലയബിലിറ്റി വരികയാണെന്നുണ്ടെങ്കിൽ ഈ പാർട്ട്നേഴ്സ് ബൈ എസ്റ്റോപ്പൽ ആണെന്നുണ്ടെങ്കിൽ അവർ ആ ബാധ്യത വഹിക്കൽ നിർബന്ധമായിരിക്കും. പിന്നെ അടുത്താണ് പാർട്ട്നേഴ്സ് ബൈ ഹോൾഡിംഗ് ഔട്ട്. അതായത് ഒരു കമ്പനി ഇന്ന ആളെ ഇന്ന കമ്പനിയുടെ പാർട്ട്ണറാണെന്ന് പറഞ്ഞു, പക്ഷേ ആ ആൾ എന്ത് ചെയ്യില്ല, അത് നിഷേധിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ പാർട്ട്നേഴ്സ് ബൈ ഹോൾഡിംഗ് ഔട്ടായിട്ട് പരിഗണിക്കപ്പെടുന്നതാണ്. അപ്പം ആ ബിസിനസ്സിന് എന്തെങ്കിലും ലയബിലിറ്റി വന്നു കഴിഞ്ഞാൽ അത് വഹിക്കൽ അയാളുടെ കൂടെ ഉത്തരവാദിത്തമായിരിക്കും. അപ്പം നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ കാറ്റഗറീസും ഓരോന്നും പറഞ്ഞു. നമ്മൾ പറയാൻ പോകുന്നത് സസ്റ്റൈനബിലിറ്റി ഓഫ് പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അതായത് ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഫോമിലുള്ള ബിസിനസ് എപ്പോഴാണ് കൂടുതൽ യോജിച്ചതായിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഉദാഹരണത്തിന് ഹോൾസെയിൽ ട്രേഡിങ്ങോ അല്ലെങ്കിൽ പ്രൊഫഷണൽ സർവീസ്, മെർക്കൻറ്റൈൽ ഹൗസസ്, സ്മാൾ മാനുഫാക്ചറിങ് യൂണിറ്റ്, ഇതേപോലത്തെ കാര്യങ്ങളിലേക്ക് ഏറ്റവും നല്ലത് എന്താണ്, പാർട്ട്ണർഷിപ്പ് ഫോം രൂപത്തിലുള്ള ബിസിനസ് ആയിരിക്കും, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേം ആയിരിക്കും ഇതിനൊക്കെ ഏറ്റവും നല്ലത്. പിന്നെ അടുത്ത് പറയാൻ പോകുന്നത് ഫോർമേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഇതെങ്ങനെയാണ് ഈ പാർട്ട്ണർഷിപ്പ് ഫോർമേഷൻ ബിസിനസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, അത് മിനിമം 2 പേരുണ്ടാകണം. പിന്നെ അതേപോലെ തന്നെ ഒരു ബിസിനസ് ബാങ്കിങ് സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ മാക്സിമം 10 പേരെ പറ്റുള്ളൂ. അതല്ലാത്തതാണെന്നുണ്ടെങ്കിൽ മാക്സിമം 20 പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഈ ആളുകളെല്ലാം ലൈക്ക് മൈൻഡഡ് ആയിരിക്കണം. അപ്പോൾ എന്നാലും മാത്രമേ അവർക്കിടയിൽ തർക്കങ്ങളോ കാര്യങ്ങളോ കൂടുതൽ ഇല്ലാതിരിക്കാൻ സാധ്യത. പിന്നെ അവർക്കിടയിൽ നിർബന്ധമായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. പിന്നെ നേരത്തെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അത് രജിസ്റ്റർ ചെയ്യൽ നിർബന്ധമല്ല, പക്ഷേ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എന്തെങ്കിലും കോർട്ടുപരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുന്നതിലൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നല്ല രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ പറഞ്ഞു, ഈ പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാകും. ആ എഗ്രിമെൻ്റ് ഓറലായിരിക്കും, ചിലപ്പം എന്തൊക്കെ റിട്ടേൺ ആയിരിക്കും. റിട്ടേൺ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റിട്ടേൺ ആയിരിക്കലാണ് ഏറ്റവും നല്ലത്. അങ്ങനെയുള്ള പാർട്ട്ണർഷിപ്പ് ഡീഡിൽ നിർബന്ധമായിട്ടും ഉൾക്കൊള്ളിക്കേണ്ട ഒരു 12ഓളം കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ആ ഫേമിൻ്റെ പേരെന്താണ്, അതേപോലെ തന്നെ ആ ബിസിനസ്സിൻ്റെ നേച്ചർ എങ്ങനെയാണ്, അതേപോലെ തന്നെ അതിലുള്ള പാർട്ട്നേഴ്സിൻ്റെ പേര്, അഡ്രസ്സ്, കാര്യങ്ങൾ, ലൊക്കേഷൻ, പിന്നെ പാർട്ട്ണർഷിപ്പിൻ്റെ ഡ്യൂറേഷൻ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ 12ഓളം കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഇതെല്ലാം ആ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിൽ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞു രജിസ്റ്റർ ചെയ്യൽ ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി രജിസ്ട്രാർ ഓഫീസിലേക്ക് എന്ത് ചെയ്യണം, അതിനുള്ള അപേക്ഷ കൊടുക്കണം. അതിനുള്ള മാർഗ്ഗം, അതിൻ്റെ രൂപം കൂടെ പറയുന്നുണ്ട്. ഏറ്റവും ആദ്യം എന്ത് ചെയ്യുക, രജിസ്ട്രാർ ഓഫീസിലേക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. പിന്നെ അതിലുള്ള എല്ലാ പാർട്ട്നേഴ്സും സൈൻ ചെയ്തിട്ടുള്ള ഒരു ഫോം ഫില്ല് ചെയ്തിട്ട് അങ്ങോട്ട് കൊടുക്കണം. അതിനുശേഷം ആ ഫോം രജിസ്ട്രാർ ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം.
പിന്നെ ആ രജിസ്റ്റർ ഓഫീസർ എന്ത് ചെയ്യുന്നു, ആ മുഴുവനായിട്ട് ആ ആപ്ലിക്കേഷൻ വായിച്ച് സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നു. എന്തെങ്കിലും തെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കാൻ വേണ്ടി സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നു. അതിനുശേഷം അവസാനം ഫൈനൽ എന്ത് ചെയ്യും, ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അവർ കൊടുക്കുന്നു. അപ്പോൾ എന്തിനാണ് രജിസ്റ്റർ ചെയ്യണമെന്ന് പറയാനുള്ള കാരണം, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പാർട്ട്ണർഷിപ്പ് ഫോമിലുള്ള ബിസിനസ് ഓർഗനൈസേഷനും അതിൻ്റെ രൂപങ്ങളും മെറിറ്റ്, ഡിമെറിറ്റ്, ലിമിറ്റേഷൻസ് കാര്യങ്ങളും പൂർണ്ണമായിട്ടും വിശദീകരിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുകയാണ്.